സംസ്ഥാനത്ത് നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള വൈദ്യുതി നിയന്ത്രണം തുടരാൻ KSEBയുടെ ഉന്നതതല യോഗത്തിൽ തീരുമാനം. വൈകിട്ട് 6 മുതൽ രാത്രി 12 മണി വരെ അരമണിക്കൂറിൽ താഴെയാകും നിയന്ത്രണം തുടരുക. ലോഡ് ഷെഡിംഗ് അല്ലെന്നും ഓവർലോഡ് വരുന്ന മേഖലകളിൽ മാത്രമാകും നിയന്ത്രണമെന്നും വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ചൂട് വർദ്ധിച്ചതോടെ ഉണ്ടായ വൈദ്യുതി ഉപഭോഗത്തിലെ കുതിപ്പ് അസാധാരണ പ്രതിസന്ധി ഉണ്ടാക്കിയെന്നാണ് KSEB ഉന്നതതല യോഗം വിലയിരുത്തിയത്. പീക്ക് സമയ വൈദ്യുതി ഉപയോഗം ഇന്നലെ സർവകാല റെക്കോർഡായ 118.26 ദശലക്ഷം യൂണിറ്റിലേക്ക് എത്തി. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 5932 മെഗാവാട്ടായി. വൈദ്യുതി ആവശ്യകത ക്രമാതീതമായി ഉയർന്നാൽ പ്രസരണ വിതരണ ശൃംഖലയിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകും. ഗ്രിഡ് സ്ഥിരതയ്ക്കായി വൈദ്യുതി നിയന്ത്രണം തുടരണമെന്നും യോഗം വിലയിരുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 വരെയുള്ള സമയങ്ങളിൽ അരമണിക്കൂറിൽ താഴെ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനം. സംസ്ഥാനത്ത് ഒന്നാകെ വൈദ്യുതി മുടങ്ങുന്ന സ്ഥിതി ഉണ്ടാകില്ല. ഓവർലോഡാകുന്ന മേഖലകളിൽ പ്രത്യേകമായിട്ടായിരിക്കും വൈദ്യുതി മുടങ്ങുക. ലോഡ് ഷെഡിങ്ങിൽ ഓവർലോഡ് ആകുമ്പോൾ ഡ്രിപ്പ് ആകലേ ഉള്ളൂ. അത് 5 മിനിറ്റോ 10 മിനിറ്റോ ആകുകയുണ്ടാവുള്ളൂ. ഓവറായിട്ട് വരുന്നവിടെ മാത്രമേ വരുള്ളൂ, നിയന്ത്രണം വരുള്ളൂ. ഇപ്പോൾ 10 ലൈറ്റിനുള്ള ഇത് ചെയ്തിട്ടുണ്ടെന്ന് വയ്ക്കുക, അത് 20 ലൈറ്റ് കത്തിയാലോ അപ്പോൾ ഓവറാവില്ലേ? ഇപ്പോൾ ഡ്രിപ്പാവും. ആ ഡ്രിപ്പാകലേ ഉള്ളൂ. രാജ്യത്താകെ വ്യാപിച്ചിരിക്കുന്ന ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ വിപണിയിൽ വൈദ്യുതി ലഭ്യത ഗണ്യമായി കുറഞ്ഞു. ആവശ്യമായ വൈദ്യുതിയുടെ 70% പുറത്തുനിന്നും വാങ്ങുന്ന സംസ്ഥാനത്തിന് ഇതും തിരിച്ചടിയായി. കേന്ദ്ര ഉൽപാദന നിലയങ്ങളിൽ നിന്നും കുറവ് വന്നിരുന്ന 200 മെഗാവാട്ട് ഇന്നു മുതൽ കിട്ടിത്തുടങ്ങും. വേനൽ മഴ കൂടി ലഭിച്ചാൽ വൈദ്യുതി നിയന്ത്രണം അധിക കാലത്തേക്ക് വേണ്ടിവരില്ലെന്നാണ് KSEBയുടെ വിലയിരുത്തൽ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.